സീരിയൽ പ്രേമികളുടെ പ്രിയപ്പെട്ട നായകൻ സിദ്ധാർത്ഥിന്റെ വിയോഗ വാർത്തയുടെ വേദനയിലാണ് മലയാളി പ്രേക്ഷകർ. 2 വർഷത്തോളമായി ക്യാൻസർ ചികിത്സയിലായിരുന്നു സിദ്ധാർത്ഥ്. സഹപ്രവർത്തകർ പോലും സിദ്ധാർത്ഥിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ശരീരവും മനസ്സും തളർന്നുപോയ സാഹചര്യത്തിലും ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കഠിന പ്രയത്നം സിദ്ധാർത്ഥ് നടത്തി. സീമാജി നായരെ പോലെയുള്ള സഹപ്രവർത്തകർ സിദ്ധാർത്ഥിനായി പരമാവധി ഓടിക്കൊണ്ടിരുന്നു. കലാകാരൻ എന്നതിലുപരി മികച്ച സുഹൃത്തായിരുന്നു സിദ്ധാർത്ഥ് എന്ന് സഹപ്രവർത്തകർ ഓർക്കുന്നു. തന്റെ രോഗവിവരങ്ങളെക്കുറിച്ച് അധികം ആരോടും സംസാരിക്കാനും താല്പര്യപ്പെട്ടിരുന്നില്ല. ഒരുപക്ഷേ തന്നെ രോഗബാധിതനായി കാണുന്നതിനേക്കാൾ തന്റെ കഥാപാത്രങ്ങളിലൂടെ ഓർക്കുന്നതാകാം അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. മകനെ അകാലത്തിൽ നഷ്ടപ്പെട്ട തീരാവേദനയിലാണ് സിദ്ധാർത്ഥിന്റെ അമ്മ. സിദ്ധാർത്ഥിനോട് ഏറ്റവും അടുത്ത ഒരാൾ അമ്മ തന്നെയായിരുന്നു. സിദ്ധാർത്ഥിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ എല്ലാം അമ്മയും മകനും നിറഞ്ഞു നിന്നു. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിവെച്ചാണ് സിദ്ധാർത്ഥ് വിട പറഞ്ഞതെന്ന യാഥാർത്ഥ്യം അമ്മയാകും വേദന തന്നെയാണ്. ബിഗ് ബോസിൽ എത്തിപ്പെടണം, അതിലൂടെ മികച്ചൊരു കരിയർ ഉണ്ടാക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സിദ്ധാർത്ഥ്. അതിനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് നടനെ ഈ രോഗം തളർത്തിയത്. സോഷ്യൽ മീഡിയയിൽ തന്റെ ബിഗ് ബോസ് സ്വപ്നങ്ങളെക്കുറിച്ച് നടൻ തുറന്നു പറഞ്ഞിരുന്നു. ആ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചാണ് സിദ്ധാർത്ഥ് പൊലിഞ്ഞുപോയത്.